എൻ.സി.പി ശരത് പവാർ പൂനെ അധ്യക്ഷനും മുൻ മേയറുമായ പ്രശാന്ത് ജഗ്തപ്പ് കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ നയിക്കുന്ന എൻ.സി.പിയും അജിത് പവാർ നയിക്കുന്ന എൻ.സി.പിയും സഖ്യമായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ജഗ്തപ്പ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കോൺഗ്രസിന് ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. 135 വർഷത്തെ ചരിത്രമുള്ള കോൺഗ്രസ് ഹിമാലയത്തെ പോലെ ഒരുപാട് കൊടുങ്കാറ്റുകളെ നേരിട്ടു. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് നന്ദി. ഈ അവസരത്തെ ഗാന്ധി, നെഹ്റു, ഷാഹു, ഫൂലെ, അംബേദ്കർ ചിന്തകളുള്ള ഒരു പുരോഗമനക്കാരനായ പ്രവർത്തകനാകാൻ ഉപയോഗിക്കുമെന്നാണ് ജഗ്തപ്പ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പോരാട്ടം വർഗീയതയ്ക്കെതിരെയും BJP RSS രാഷ്ട്രീയത്തിനെതിരെയുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കൽ, മുതിർന്ന നേതാവ് വിജയ് വഡേട്ടിവാർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് ജഗ്തപ്പ് കോൺഗ്രസിൽ അംഗമായത്. വർഷങ്ങളായി ശരത് പവാറിന്റെ വിശ്വസ്തനായ ജഗ്തപ്പ് ആശയപരമായ വ്യത്യാസങ്ങളാൽ NCP വിട്ട വളരെ കുറച്ച് നേതാക്കളിൽ ഒരാളാണ്. നിലവിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിൽ അജിത് പവാറിന്റെ NCPയുമായി ചേർന്നു പോകുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്ന് നേരത്തെ തന്നെ ജഗ്തപ്പ് പറഞ്ഞിരുന്നു. കോൺഗ്രസ് സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. BJP മനുവാദി മനോഭാവമാണ് സൂക്ഷിക്കുന്നത്. പാർട്ടിക്ക് അധികാരമില്ലെങ്കിലും താൻ കോൺഗ്രസിനായി പ്രവർത്തിക്കുമെന്നും ജഗ്തപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് ഒരു നിർണായകമായ മുന്നേറ്റമാണ്. കാരണം ഈ പ്രമുഖനായ നേതാവ് കോൺഗ്രസിൽ വന്ന് ചേർന്നതോടുകൂടി കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം അവിടുത്തെ തെരഞ്ഞെടുപ്പിന് വന്നു ചേർന്നിരിക്കുകയാണ്. മാത്രവുമല്ല NCP സഖ്യത്തിന് ഇതൊരു തിരിച്ചടിയായിരിക്കുന്നു എന്ന കണക്കുകൂട്ടലിൽ കൂടിയാണ് രാഷ്ട്രീയ നേതൃത്വം.